എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പയസ് എന്നാണ്. ഞാൻ കാഞ്ഞാണിയിൽ തോട്ട് പ്രോ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ചാവക്കാടും തളിക്കുളത്തുമൊക്കെ ഇൻസ്പയർ, പയനിയർ എന്നീ പേരുകളിലും സ്ഥാപനം നടത്തുന്നു. ഞാൻ എടുക്കുന്ന വിഷയം കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ കൊറോണ കാലത്ത് കുട്ടികളായ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സമയം ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചിരിപ്പാണ്. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ മാസ്കൊക്കെ വെച്ച് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് സാമൂഹികങ്ങളെ പാലിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പണ്ടൊക്കെ സ്കൂളിലൊരു വെക്കേഷൻ വരിക എന്നുള്ളത് 2 മാസത്തെ ആവാം, ഓണത്തിനാവാം, ക്രിസ്മസിനാവാം, ഒരു വെക്കേഷൻ നമുക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കുറേ കാലം സ്കൂളിലൊക്കെ പോയി പഠനത്തിൻ്റെ ആ മുഷിപ്പ് മാറ്റുന്നതിനായി നമ്മളൊരു 2 മാസം അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത്. ഇപ്പം അത് മാറി. നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പം എല്ലാ കുട്ടികളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം എങ്ങനെയെങ്കിലും സ്കൂളിലെത്തുക എന്നുള്ളതും കൂട്ടുകാരുമായിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതുമാണ്. നമ്മൾ വീട്ടിലിരുന്ന് വല്ലാതെ ബോറടിച്ചിട്ടുണ്ട്. പണ്ട് സ്കൂളിലും ക്ലാസ് റൂമുകളിലൊക്കെ ഇരുന്ന് ബോറടിച്ചിരുന്ന ആളുകൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ വല്ല ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നൊരു സ്ഥിതിയിൽ ബോറടിച്ചിരിപ്പാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കുണ്ടാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വിഷാദ രോഗമാണ്. വീട്ടിലിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരവസ്ഥ വിഷാദ രോഗമാണ്. ഡിപ്രസീവായിട്ടുള്ളൊരവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട് വീട്ടിലിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈൻ ഗെയിമുകളിൽ ഇൻവോൾവ് ചെയ്താലും മൊബൈൽ ഗെയിമുകളിൽ ഇൻവോൾവ് ചെയ്താലും കുട്ടികളാകെ മ്ലാനവദനരായി അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആസ് എ ടീച്ചർ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് പഠനത്തിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പക്ഷെ അതിലും ഉപരി കുട്ടികൾ ഫേസ് ചെയ്യുന്ന, കുട്ടികളെന്നല്ല ആരും ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് ഡിപ്രഷൻ എന്നുള്ളത്, വിഷാദ രോഗം എന്നുള്ളത്. ഡിപ്രഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒന്നുമില്ല, ഭയങ്കര വിഷമം. വെറുതെ ഇരിക്കുമ്പോൾ വിഷമം വരിക. ഒരു കാര്യം ഉണ്ടായിട്ടല്ല നമ്മൾ വിഷമിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ വിഷമം വരിക. നമ്മളിങ്ങനെ തെക്കോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് വല്ലാത്ത ദേഷ്യം വരിക, വൈരാഗ്യം വരിക. പേരൻസൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുക. ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതായത് ചുറ്റുപാടുള്ള ആളുകളെ കണ്ട് അവരുമായി മിങ്കിൾ ചെയ്ത് അവരുമായി സംസാരിച്ച് അവരുടെ അഭിനന്ദനങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഇൻട്രാക്ഷനിലൂടെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ബേസിക്കലി മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മളൊക്കെ ഇന്ന് ഏകാന്തവാസം അനുഭവിക്കുന്ന ഒരു ജയിൽ പുള്ളിയുടെ അവസ്ഥയിലേക്ക് മാറിയിട്ടാണ്. നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസ് പിടിക്കും. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ പലതരത്തിലുള്ള ക്രൈറ്റീരിയകൾ നമ്മൾ കടക്കേണ്ടി വരും. എന്തെങ്കിലും കാരണം പറയേണ്ടി വരും, സത്യവാങ്മൂലം കയ്യിൽ വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടൊരു കാരണം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഒന്ന് നന്നായി ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മാസ്ക് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കുന്ന വല്ലാത്തൊരു മുഷിപ്പ്, വല്ലാത്തൊരു വിഷമമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷമത്തിനെ ഓവർകം ചെയ്യാൻ പബ്ജിക്കോ ഫ്രീ ഫയറിനോ ഒന്നിനും സാധിക്കില്ല. അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ചൊക്കെ കളിച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് മതിയാവും. യൂട്യൂബിന് സാധിക്കില്ല, ഫേസ്ബുക്കിന് സാധിക്കില്ല, ക്ലബ് ഹൗസിന് സാധിക്കില്ല, ഇൻസ്റ്റഗ്രാമിന് സാധിക്കില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ തന്നെ ഒന്ന് പരിശ്രമിക്കേണ്ടി വരും. അതിനൊന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ടാണ് ബാക്കി എല്ലാവരും നമ്മുടെ മുകളിൽ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ചെലുത്തുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയാം. അതായത് നിങ്ങളോട് ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കാരണം നിങ്ങൾ മൂലം നിങ്ങൾക്ക് കൊറോണ പോലത്തെ അസുഖങ്ങൾ, പാൻഡമിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന ഒരു പ്രിക്കോഷനാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയന്ത്രണങ്ങളൊക്കെ. ബേസിക്കലി അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക്
നമുക്ക് ഇതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ആദ്യം നമ്മൾ മാറ്റേണ്ടത്, ഒന്നാമത് നമ്മൾ മാറ്റേണ്ടത് നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. ആദ്യം നമ്മൾ മാറ്റേണ്ടത്, അതായത് കുറേ ആളുകൾ നമ്മളെ പിടിച്ച് വീട്ടിൽ കെട്ടിയിട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി കുറച്ചു കാലം വീട്ടിലിരിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന ഒരു രീതിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ചിന്തിച്ചു തുടങ്ങുക. വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോവാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ സമയത്തിനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല കഴിവുകളില്ലാത്ത ആളുകളുടെ കഴിവുകളും പുറത്തു വന്നത് ഈ കൊറോണ കാലഘട്ടത്തിലാണ്. കാരണം അവർക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള വാസനകളും, പാട്ടുപാടാനായിരിക്കാം, ചിത്രം വരയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കർഷകൻ എന്ന നിലയിലായിരിക്കാം, അങ്ങനെയുള്ള അവരുടെ ഉള്ളിലുള്ള പല കഴിവുകളും പുറത്തേക്ക് വന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ കൊറോണ കാലഘട്ടം. അപ്പോൾ നമ്മൾ വീട്ടിനുള്ളിലിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ എടുത്ത് പറയാതിരുന്നിരുന്ന ചില കഴിവുകളുണ്ടായിരിക്കാം. അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കളിക്കണ്ട എന്നല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാണണ്ട എന്നല്ല, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളെ കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കഴിവുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ നന്നായി പാടിയതിനു ശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ക്ലബ് ഹൗസിലോ ഒക്കെ നിങ്ങൾക്ക് അത് പെർഫോം ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആവാനായിട്ട് സാധിക്കും. നിങ്ങൾ നല്ലൊരു കർഷകനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, വീട്ടിൽ പറമ്പുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ചീരയോ പയറോ ഒക്കെ വീട്ടിൽ പാവിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വിളവ് എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഈ സമയം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞാൻ പഠനമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ്. പല ആളുകളും ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് ഏകദേശം സീരിയൽ കാണുന്ന പോലെയൊക്കെയാണ്. വന്നിരിക്കുന്നു, ജസ്റ്റ് അവിടുന്ന് ഇറങ്ങി പോകും. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, മുന്നിലിരിക്കുന്ന കുട്ടിയെ വിളിച്ചാൽ പോലും കിട്ടാറില്ല. കാരണം ആരും നിയന്ത്രിക്കാനില്ലാത്ത രീതിയിലാണ് പലരും ക്ലാസ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പരീക്ഷകളെ കാണുന്നത്, പഠനത്തിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്, വേറൊരു വീക്ഷണകോണിൽ നിന്നാണ് നമ്മൾ പഠനത്തിനെയും അതുപോലെ തന്നെ പരീക്ഷകളെയും കാണുന്നത്. കാരണം ഇപ്പോഴത്തെ പരീക്ഷകൾ ഒന്നുകൂടി എളുപ്പമായിട്ടുള്ള രീതിയിലാണ് നടത്തുന്നത്, ലിബറൽ വാല്യുവേഷനാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തിനാണ് പഠിക്കേണ്ടത്, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടാവും, പരീക്ഷകൾ ഉണ്ടാവും, ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് നടക്കുക, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതും നിങ്ങളെ ഡിപ്രസീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ സാധ്യതയുള്ള കാര്യമാണ്. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങളെ വിഷാദ രൂപത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഠനം എന്നുള്ളത് പരീക്ഷ എഴുതുന്നതിനോ അല്ലെങ്കിൽ മാർക്ക് കിട്ടുന്നതിനോ വേണ്ടി മാത്രമല്ല. നിങ്ങൾ എക്വയർ ചെയ്യുന്ന ഓരോ അറിവുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കൊല്ലം പരീക്ഷ നടന്നില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങളൊരു +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഈ കൊല്ലം പരീക്ഷ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ പഠിച്ചതൊന്നും വെറുതെ ആവില്ല. കാരണം അടുത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ടും സബ്ജക്റ്റീവായിട്ടും ഒരുപാട് എക്സാമിനേഷൻസ് വരും. ഈ കൊറോണ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാമിനേഷൻസ് വരും. ഇപ്പോൾ ചിലപ്പോൾ +1 പരീക്ഷകൾ സെപ്റ്റംബറിൽ നടക്കുന്നത് വളരെ കുറച്ച് ലിമിറ്റഡ് പോർഷൻ വെച്ച് ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കുക. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം നടന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നായിരുന്നു. +2 പരീക്ഷ നടന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നായിരുന്നു. വളരെ കുറച്ച് പാഠഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഫോക്കസ് ഏരിയ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് ചെറിയ തോതിൽ അബദ്ധമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ, കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക വലിയ പരീക്ഷകളെ ആയിരിക്കും, വലിയ ടെസ്റ്റുകളെ ആയിരിക്കും. അതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അറിവ് സമ്പാദിക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അറിവ് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ പഠനമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ പരീക്ഷയ്ക്ക് ഇന്നത് വരും, ഏത് ക്വസ്റ്റ്യനാണ് വരിക, അല്ലെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഈ ഫോക്കസ് പോയിന്റുകൾ മാത്രം പോരെ, ബാക്കിയൊക്കെ പഠിച്ചത് വെറുതെ ആയില്ലേ, ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ നമ്മളുടെ പഠനത്തിനെ ബാധിക്കും, നമ്മളുടെ മനസ്സിനെ വിഷാദ രൂപത്തിലേക്ക് തള്ളിവിടും. ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കാം. ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കെമിസ്ട്രിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ചിലപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉണ്ടായിരിക്കണം എന്നില്ല.
ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഓസ്മോസിസ് പഠിക്കുമ്പോൾ ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണം. ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഓസ്മോസിസ് പലർക്കും അറിയാം, ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാൻ സാധ്യതയില്ല, കാരണം ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. ഞാനത് ലളിതമായിട്ട് പറയാം. കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സോൾവെന്റിൽ നിന്ന് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ കോൺസെൻട്രേഷൻ കൂടിയ ഒരു ഭാഗത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾ കടന്നു പോകുന്ന പ്രക്രിയനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിക്കുകയാണ്, ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കേൾക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ ഹൃദിസ്ഥമാക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഈ കാര്യം നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഒരു കാര്യത്തിന് അപ്ലിക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണത്, നിങ്ങളുടെ വീട്ടിലെ മാവിൽ നിന്നൊരു മാങ്ങ കിണറ്റിലേക്ക് വീഴുന്ന സമയത്ത് ആ മാങ്ങ കിണറ്റിലെ വെള്ളത്തിൽ കുറച്ച് സമയം കെടുക്കുമ്പോൾ അത് ചീയുന്നുണ്ട്. അത് ചീയുന്നതിൻ്റെ കാരണം ഓസ്മോസിസ് ആണ്. ഇനി ഈ മാങ്ങയെ തന്നെ, അതായത് ഈ മാവിൻ്റെ മാങ്ങയെ തന്നെ നമ്മൾ ഒരു ഉപ്പുവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് ചുങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ കാരണം, അത് ചീഞ്ഞു പോകില്ല, അത് ചുങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ കാരണവും ഓസ്മോസിസ് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ മാങ്ങ വീഴുമ്പോൾ മാങ്ങയുടെ തൊലി ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മാങ്ങയുടെ പുറത്തുള്ള വെള്ളം സോൾവെൻ്റാണ്, മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം അത് കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആണ്, മധുരോ പുളിപ്പോ ഒക്കെയുള്ള വെള്ളമാണ്. അപ്പം എന്തുണ്ടാവുന്നു, വെള്ളം കിണറ്റിൽ നിന്ന് തൊലിയിലൂടെ മാങ്ങയുടെ ഉള്ളിലേക്ക് കയറുന്നതുകൊണ്ടാണ് മാങ്ങ ചീഞ്ഞു പോകുന്നത്. നേരെ മറിച്ച് ഈ മാങ്ങയെ തന്നെ നമ്മളൊരു ഉപ്പുവെള്ളത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്. അപ്പം എന്തുണ്ടാവുന്നു, മാങ്ങയുടെ ഉള്ളിലുള്ള ദ്രാവകത്തിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടിയ അവസ്ഥയിലാണ് പുറത്തുള്ള ദ്രാവകം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാങ്ങയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്തു പോകുന്നു, സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം മാങ്ങയുടെ തൊലിയുടെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് മാങ്ങ ചുരുങ്ങിപ്പോകും. അപ്പം ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യമാണ്. പല പല കാര്യങ്ങളിലും ഈ ഓസ്മോസിസ് ഉണ്ട്. അപ്പം നമ്മൾ പാഠഭാഗത്തിൽ ഓസ്മോസിസ് പഠിക്കുന്നു, സോൾവെന്റിന്റെ ഭാഗത്ത് നിന്ന് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഈ പറയുന്ന സൊല്യൂഷന്റെ ഭാഗത്തേക്ക് സോൾവെന്റ് മോളിക്യൂൾ പാസ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ പഠനത്തിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൂടെ പഠനത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഈ പറയുന്ന ഭാഗങ്ങളെ, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ബയോളജി ആയാലും കൊമേഴ്സ് ആയാലും എന്ത് തന്നെയാണെങ്കിലും അതിനെ നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുണ്ടാക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതികളിലൂടെ പഠനത്തിനെ അറിവുണ്ടാവാനായിട്ട് സമീപിക്കുക, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുഴുകുക. അതേപോലെ തന്നെ നമ്മൾ ആരും കൂട്ടിയിട്ടുള്ളതല്ല, ഇത് നമുക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെ ഉരുത്തിരിപ്പിക്കുക. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിനെ വളരെ വിജയകരമായ രീതിയിൽ ഓവർകം ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഒരു കാര്യം പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ കൂടി നമ്മളുടെ നിത്യജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ധ്യാനമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങളുടെ ബ്രീത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരന്മാരെ കാണാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും തടഞ്ഞു നിൽക്കുന്നു, നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ പലതും പറഞ്ഞ് വിഷമിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ചെന്നിരുന്നിട്ട് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ബ്രീത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് പോകുന്നതും അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ബ്രീത്തിനെ മാത്രം ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കൂളാവും. നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. ഞാൻ ഇത് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഒരു വളരെ കൂളായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുകയും ചുറ്റുമുള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സമീപിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള വളരെ നല്ല രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രഭാതം, ഇപ്പോൾ നമ്മൾ
നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാതെ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഈ രാത്രിയുടെ സമയത്തിൽ നിന്ന്, ഈ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് ഒരു പ്രഭാതത്തിലേക്ക് നമുക്ക് അടുത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ക്ലാസ്സുകളിലും, ട്യൂഷൻ ക്ലാസ്സുകളിലായാലും, സ്കൂളിലായാലും നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ പ്രായക്കാരുമായി അടിച്ചു പൊളിച്ച് നടക്കുന്ന, ഉഷാറായിട്ട് തകർത്ത് പൊളിച്ചടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം വളരെ അടുത്ത് തന്നെയുണ്ട്. അതിന് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമുക്ക് ഒരുമിക്കാം. താങ്ക് യു.